അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുത്തൂർ പ്രഗതി പാരാമെഡിക്കൽ പഠിക്കാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ, സഹോദരിമാർ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണണം. നമ്മുടെ മക്കൾ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ നാം വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം, പഠിക്കാനയച്ച നമ്മുടെ മക്കൾ തിരിച്ച് വീട്ടിലേക്ക് പല സംസ്കാരമായി മടങ്ങി വരികയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി നമ്മുടെ മാതാപിതാക്കളാണ്. മക്കൾക്ക് ദീനിയായ ഗൗരവം പഠിപ്പിക്കാത്തതിൻ്റെ കാരണം കൊണ്ടാണ് നമ്മുടെ പൊന്നു മക്കൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പഠിക്കാൻ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കാൻ പോയ ആ മക്കൾ പല സംസ്കാരത്തിൻ്റെ അടിമകളായി, പാശ്ചാത്യൻ സംസ്കാരത്തിൻ്റെയും പലതിൻ്റെയും അടിമകളായി വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ ഇതിൻ്റെ ഉത്തരവാദികൾ മാതാപിതാക്കളായ നാമൊക്കെയാണ്. നോക്കൂ, ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ആരാണ്? വലിയ പണ്ഡിതനാണോ അല്ലെങ്കിൽ ഒരു സയ്യിദാണോ? ആരുമല്ലല്ലോ. ബീഗം ആബിദ ബീഗം തൻ്റെ മകൻ പഠിക്കാൻ വേണ്ടി പുറപ്പെട്ട സമയത്ത്, തൻ്റെ മകൻ ബാരിസ്റ്റം പഠിക്കാൻ വേണ്ടി പുറപ്പെട്ട സമയത്ത് മുംബൈ കപ്പൽ തുറമുഖയിൽ എത്തിയപ്പോൾ ഉമ്മ ഒരു തുവൽ എടുത്തുകൊണ്ട് തൻ്റെ മകൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. മകനോട് പറഞ്ഞു, മോനെ, നീ പഠിക്കാൻ പോകുന്നത് ഓക്സ്ഫോർഡിലേക്കാണ്. നീ പഠിക്കാൻ പോയി അവിടെ പഠിക്കുന്ന സമയത്ത് പടിഞ്ഞാറൻ സംസ്കാരം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ ഈ തുവാല ഒന്ന് എടുക്കണം, ഇത് നിൻ്റെ നാസാദ്വാരത്തിൽ വെക്കണം. ഒരു ഉമ്മ പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ 4 വർഷം ലണ്ടനിൽ പഠിച്ചു. ആ സമയത്ത് തൻ്റെ സുഹൃത്ത് രേഖപ്പെടുത്തുന്ന ഒരു അത്ഭുതകരമായൊരു സംഭവമുണ്ട്. ഉമ്മ പറഞ്ഞു കൊടുക്കുന്നു, മോനെ, അവിടുത്തെ സംസ്കാരങ്ങൾ നോക്കൂ. ഈ പുത്തൂരിൽ നടന്ന ഒരു സംഭവം ഇത് നിസ്സാരമായി കാണേണ്ടതല്ല. പഠിക്കാൻ പോയ പൊന്നുമക്കൾ തൻ്റെ കയ്യിൽ രക്ഷാബന്ധൻ കെട്ടുന്ന ഒരു സംഭവം എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടപ്പോൾ അതൊരു രക്ഷാബന്ധനല്ല, അത് പ്രശ്നമല്ല നാം വിചാരിക്കുകയാണെങ്കിൽ നാളെ പൂജയും ചെയ്യാൻ അവർ തയ്യാറാണ്. കാരണം അത് നിസ്സാരമായാൽ മറ്റുള്ളതും അവർ നിസ്സാരമായി കാണും. ഉമ്മ പഠിക്കാൻ പോകുന്ന മകനോട് പറയുന്നത്, ഒരു ആലിമും സയ്യിദുമല്ലാത്ത മകനോട്, മുഹമ്മദ് അലിയോട് പറയുന്നു, മോനെ, ഈ തവ്വാല നിൻ്റെ നാസാദ്വാരത്തിൽ നീ വെക്കണം. അവിടുത്തെ പാശ്ചാത്യ സംസ്കാരം നീ അത് നെഞ്ചിലേറ്റാൻ അല്ലെങ്കിൽ അതിലേക്ക് നിൻ്റെ മനസ്സ് മാറുകയാണെങ്കിൽ ഇത് ഈ തവ്വാലയിൽ ഉമ്മയുടെ കണ്ണീരിൻ്റെ ഉപ്പുനീരുണ്ട്. ഇത് രാത്രി നിൻ്റെ ഉമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മോന് വേണ്ടി പ്രാർത്ഥിച്ച് കണ്ണീരൊലിപ്പിച്ച് ആ കണ്ണീർ തോർത്തിയ തവ്വാലയാണ്. നീ യതീമായിരിക്കുമ്പോൾ നിന്നെ പഠിപ്പിച്ച് വലുതാക്കി നിന്നെ പോറ്റി വളർത്താൻ കഷ്ടപ്പെട്ട ഈ ഉമ്മ നിന്നെ ഹാഫിളാക്കി. അതുകൊണ്ട് ദീനിയായ വിഷയത്തിൽ ഏതെങ്കിലൊന്നു നീ അവഗണിക്കുമ്പോൾ ഇത് എൻ്റെ ഉമ്മയുടെ തവ്വാലയാണ് എന്ന് നീ ഓർക്കണം. എൻ്റെ ഉമ്മയുടെ കണ്ണുനീരിൻ്റെ ഉപ്പുനീർ വെള്ളം ഈ തവ്വാലയിലുണ്ട്. എൻ്റെ മോനെ, ഒരിക്കലും പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് നീ മടങ്ങിപ്പോകരുത് എന്ന് ഉമ്മയുടെ ഒരു വസിയത്തുമായിട്ടാണ് മകനെ പഠിക്കാൻ വിടുന്നത്. മകൻ പഠിക്കാൻ പോയി. കൂട്ടുകാരൻ പറയുന്നുണ്ട്, മരക്കോച്ചുന്ന തണുപ്പാണ്. ആ തണുപ്പ് സമയത്ത് പോലും 3 മണിക്ക് രാത്രി പോലും എൻ്റെ സുഹൃത്ത് മുഹമ്മദ് അലി ഒരിക്കൽ പോലും തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കിയിരുന്നില്ല എന്നാണ്. ഈ സംസ്കാരം, ഈ പരിശുദ്ധമായ ദീനിൻ്റെ ഈ ചട്ടങ്ങൾ ആ പ്രിയപ്പെട്ട മകൻ എങ്ങനെ വന്നു? ആ തുർക്കി കോട്ടിൽ ഈ തവ്വാല അണിഞ്ഞുകൊണ്ടാണ് മകനെ പറഞ്ഞു വിടുന്നത്. അത് ഉമ്മ പഠിപ്പിച്ച സംസ്കാരമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ തൻ്റെ മക്കളെ കോളേജിൽ വിടുന്ന സമയത്തൊക്കെ വളരെ ഗൗരവത്തോട് ദീനിയായ ബോധം ഗൗരവത്തോടു കൂടി പഠിപ്പിച്ചു കൊടുക്കണം. പോകുന്ന സമയത്ത് ഒതുവൊക്കെ ചെയ്യിപ്പിച്ചുകൊണ്ട്, മോളെ, ഒതു ദായിമയാക്കളത് മുഅ്മിനിൻ്റെ ഒരടയാളമാണ്. മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഏതോ അന്യമതത്തിൽപ്പെട്ടവൻ
തൻ്റെ കയ്യിലെ രക്ഷാബന്ധൻ ഇങ്ങനെ കെട്ടാൻ അതിന് തൻ്റെ കൈ നീട്ടി കൊടുക്കുന്ന ഒരു രംഗം എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരിക്കലും മുസ്ലിം ഇത് സ്വീകരിക്കാൻ പാടില്ല. ഈ സംസ്കാരം ഒരിക്കലും ഒരു മുഅ്മിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൂടാ. ഇത് പരിശുദ്ധ ദീൻ വിരുദ്ധമാണ്. ചെറിയ ചെറിയ വിഷയങ്ങളെപ്പോലും വലിയ പർവ്വതമായ തെറ്റുകളായി മക്കളെ മുമ്പിൽ നാം കാട്ടിക്കൊടുക്കണം. അങ്ങനെ കണ്ടാലേ മക്കൾ അത് ഗൗരവത്തോടു കൂടി കാണുകയുള്ളൂ. ചിലതൊക്കെ നാം നിസ്സാരമായി കാണുന്നുണ്ട്. അവസാനം മാതാപിതാക്കൾ അനുഭവിക്കാൻ പോകുന്നത് ചെറുതൊന്നുമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരികിൽ വന്ന് ജനങ്ങൾ പറഞ്ഞു, മുശ്രിക്കീങ്ങൾ വന്ന് പറഞ്ഞു, ഓ മുഹമ്മദേ, നോക്കൂ, ഒരു വർഷം നിൻ്റെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കാം, ഒരു വർഷം നീ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കണം. നമുക്ക് സൗഹാർദ്ദത്തിൽ പോകാം, നമുക്ക് കുടുംബ പിണക്കങ്ങളൊന്നുമില്ലാതെ സ്നേഹത്തോടു കൂടി പോകാം. പറയുന്നതിൽ വലിയ ന്യായമുണ്ട്, പറയുന്നതിൽ വലിയ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാതെ ഒന്നുമില്ലാതെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിൽ പോകാമെന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, വലിയ ഖുറൈശി പ്രമുഖന്മാർ വന്നിട്ടാണ് ഇത് പറയുന്നത്. അംഗീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അത്രയ്ക്കും പ്രമുഖന്മാർ വന്ന് പറയുമ്പോൾ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം പാലിച്ചു. മറങ്ങി വന്നുകൊണ്ട് അതാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഓതിക്കേൽപ്പിക്കുകയാണ്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. നബിയെ പറഞ്ഞു കൊടുക്കുക, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ കാഫിരീങ്ങളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെ ഞാൻ ആരാധിക്കുന്നില്ല. ആരാധനയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ സൗഹാർദ്ദമില്ല, സ്നേഹം അതൊക്കെ വേണം. എന്നാൽ ആരാധന അല്ലാഹുവിന് വേണ്ടി മാത്രമാണ്. നമ്മുടെ മക്കൾക്ക് ഗൗരവത്തോടു കൂടി പറഞ്ഞു, ദീനിയുടെ സ്വത്വബോധം മറന്നുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയും ഒരിക്കലും നമ്മുടെ പൊന്നുമക്കളെന്ന് വന്നു പോകരുത്. തലയിൽ ഫർദ ധരിച്ചുകൊണ്ട് ശരീരം മറച്ചുകൊണ്ട് ആ അന്യ സമൂഹത്തിൽപ്പെട്ട ആളുകളെ മുമ്പിൽ തൻ്റെ കൈ നീട്ടി കൊടുക്കുന്നതുണ്ടല്ലോ, അത് പരിശുദ്ധമായ ദീനെ വലിച്ചെറിയലാണ്. അത് ഗൗരവത്തോടു കൂടി തന്നെ കാണുകയും അത്തരത്തിലുള്ള പ്രവൃത്തി നമ്മുടെ പൊന്നുമക്കളെന്ന് വന്നു പോകരുത്, അതിനെ അനുവദിക്കരുത്. അത്തരക്കാരോട് പറയണം, ലക്കും ദീനുക്കും വലിയ ദീൻ, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക്, എൻ്റെ ദീൻ എനിക്ക്. നിങ്ങളോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, ആദരവുണ്ട്, നിങ്ങളുടെ സഹോദരങ്ങളാണ്. നാം ഒരു ഉപ്പയുടെയും ഒരു ഉമ്മയുടെയും മക്കളെപ്പോലെ നമുക്ക് ജീവിക്കാം. എന്നാൽ ആരാധന വിഷയത്തിൽ നിങ്ങളുടെ ദീനിനെ ഞാൻ ആരാധിക്കുന്നു, നിങ്ങളുടെ രക്ഷണബന്ധനം അതെല്ലാം ഞാൻ ആദരിക്കുന്നു, ആരാധിക്കാൻ ഞാൻ തയ്യാറല്ല. ഒരിക്കലും ആരാധന വന്നു പോകരുത്, ആദരവ് വേറെയാണ്. പരസ്പരം ബഹുമാനിക്കുക, ഏത് മതത്തെയും നിന്ദിക്കാൻ പാടില്ല. അത് വിശുദ്ധ ഖുർആൻ ഗൗരവത്തോടു കൂടി പറഞ്ഞതാണ്. നിങ്ങൾ അന്യമതത്തെ നിങ്ങൾ നിന്ദിക്കാൻ പോകരുത് എന്ന് ഖുർആൻ ഗൗരവത്തോടു കൂടി പറഞ്ഞു. കാരണം ഇവരില്ലാതെ അള്ളാഹുവിനെ അങ്ങ് നിന്ദിച്ചേക്കാം. അതുകൊണ്ട് ഒരാളെയും നിന്ദിക്കാനോ അവഗണിക്കാൻ പോകരുത്. എല്ലാ മതത്തെയും എല്ലാ വ്യക്തികളെയും അംഗീകരിക്കുക വേണം. എന്നാൽ ആരാധനയുടെ വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു സൗഹാർദ്ദവുമില്ല. ആരാധനം ലില്ലാഹ്, അത് അല്ലാഹുവിന് വേണ്ടി മാത്രമാണ്. ആ പെൺകുട്ടികൾ തൻ്റെ കൈകൾ നീട്ടിക്കൊടുക്കുന്ന ആ രംഗമുണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് കാണുമ്പോൾ സങ്കടമാവുകയാണ്. കാരണം എത്രത്തോളം ഒരു ദീനിയായ ബോധം നമ്മുടെ മക്കൾക്കില്ല എന്ന്. എന്തുകൊണ്ട് ആ പൊന്നുമക്കൾക്കറിയില്ല, ഇതൊരു ചെറിയൊരു രക്ഷാബന്ധനയല്ലേ എന്ന് വിചാരിക്കും. എന്നാൽ പരിശുദ്ധ ദീനിൽ അത് ഗൗരവമുള്ളതാണ്. എല്ലാവരുടെ സ്നേഹം ബഹുമാനവും ആദരവും ഒക്കെ വേണം. ആരാധനയുടെ വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വിട്ടുവീഴ്ചയില്ല, അതിലൊരു സൗഹാർദ്ദമില്ല, അത് ഗൗരവമാണ്. അത് പൊന്നുമക്കൾക്ക് വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. മോളെ, നീ പഠിക്കാൻ പോകുന്നത് കോളേജിലാണ്, അവിടെ പല മതക്കാരുണ്ടാകും, പല മതക്കാർ നിൻ്റെ സുഹൃത്തുക്കളായി മാറും. എന്നാൽ നിൻ്റെ ദീനെ വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം നിനക്കുണ്ടാകാൻ പാടില്ല. നോക്കൂ, ബീഗം ആബിദ തൻ്റെ മകനെ പഠിക്കാൻ വേണ്ടി, ബാരിസ്റ്റർ പഠിക്കാൻ പറഞ്ഞാൽ അഡ്വക്കേറ്റ് പഠിക്കാൻ വേണ്ടിയാണ് പറഞ്ഞേക്കുന്നത്. ആ സമയത്ത് നൽകിയ ഒരേ ഒരു വസിയത്ത്, മോനെ, പാശ്ചാത്യ സംസ്കാരം, ഈ ദീനിൻ്റെ സ്വത്വബോധം വലിച്ചെറിഞ്ഞുകൊണ്ട് പാശ്ചാത്യ സംസ്കാരം ഒരിക്കലും സ്വീകരിച്ചു പോകരുത് മോനെ. ഈ തുവാല നിൻ്റെ കയ്യിൽ എന്നും തൻ്റെ തുരുക്കി കോട്ടിൽ അണിയിച്ച് ആ ഒരു ഉപദേശം നൽകിക്കൊണ്ട് മകനെ അയച്ചു. സുബ്ഹാനല്ലാഹ്,
ആ ഉമ്മ നമുക്ക് ഒരു മാതൃകയാണ്. ഈ ലോകത്ത് സാഷ്ടാംഗം ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത് ഒരു അർഹത ഉള്ള ഉമ്മ ആ ഉമ്മയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളും ഉഖ്റവീങ്ങളും ആക്കട്ടെ, നല്ല ദീനി ബോധമുള്ള മക്കളാക്കട്ടെ. എല്ലാ വിഷയത്തെ സ്കൂളിലും കോളേജിലെത്തിയാൽ എല്ലാം നിസ്സാരമായി കാണുകയാണ്. ദീനിൻ്റെ എല്ലാ ആസാറുകളെ അവഗണിക്കുന്ന ഒരവസ്ഥ ഇന്ന് കുന്നുകൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഇടങ്ങളിൽ പോയാൽ എൻ്റെ പ്രിയപ്പെട്ടവർ, അടുത്തൊരു സ്കൂളിൽ എന്നെ അവിടെ ഒരു ചെറിയ അവിടുത്തെ മക്കൾക്കൊരു ഉപദേശം നൽകാൻ വേണ്ടി എന്നെ വിളിച്ചിരുന്നു. ഞാൻ പോയിരുന്നു. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ HM സാർ പറഞ്ഞത് വല്ലാത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ മുസ്ലിം കുട്ടികൾ ഇവിടെ ചെയ്യുന്ന ഓരോ പ്രവർത്തികളെക്കുറിച്ച് പറഞ്ഞു. പരിശുദ്ധ ദീനം നിറക്കാത്ത പ്രവൃത്തിയാണ്. ഏറ്റവും പ്രണയവളയത്തിൽ കുടുങ്ങുന്നതും അനാവശ്യമായ എല്ലാ പ്രവർത്തികളും ഒരു പേടിയുമില്ലാതെ ചെയ്യുന്നത് അത് മുസ്ലിം കുട്ടികളാണ്. ഉപദേശിക്കണം. ഞാൻ ഉപദേശം പറഞ്ഞവിടെ ആ സമയത്ത് അവിടുത്തെ HM സാർ അത്ഭുതപ്പെട്ടു പോയി. ദീനിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ? എന്നാൽ ഇതൊന്നും പരിഗണിക്കുന്നില്ലല്ലോ ഇവിടുത്തെ മക്കൾ. ഞാൻ വിചാരിച്ചു ദീൻ ഒന്നുമല്ല എന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഓരോ വിഷയങ്ങൾ അത്ഭുതമാണ്. ഇത്രത്തോളം ഗൗരവം കൊണ്ട് ദീന് പറഞ്ഞിട്ട് പോലും നിങ്ങളുടെ മക്കൾ ഇതിനെല്ലാം വിരുദ്ധമായിട്ടാണ് ഇവിടേക്ക് പ്രവർത്തിക്കുന്നത് എന്നാണ് അവിടുത്തെ HM സാർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാണ്? 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാം മറ്റുള്ളവർക്ക് മാതൃക ഉള്ളവരാകണേ. കുന്തും ഖൈറു ഉമ്മ ഉഖ്രിജത് ലിന്നാസ്. കാരണം നിങ്ങൾ മറ്റു സമുദായത്തിന് മാതൃക ഉള്ളവരാണ്. നിങ്ങളെ കണ്ടിട്ടാണ് മറ്റു സമുദായം പഠിക്കേണ്ടത്. എന്നാൽ നിങ്ങളുടെ സംസ്കാരം കണ്ടാൽ മറ്റു സമുദായക്കാർ ഓടിപ്പോകും. ഒരിക്കലും ദീൻ്റെ ഭാഗത്ത് കടന്നു വരികയില്ല. അത്രയ്ക്ക് മോഷണത്തിൽ എല്ലാത്തിനും മുൻപന്തിയിൽ നമ്മുടെ മക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ വീട്ടിൽ നിന്ന് അവർക്ക് കൃത്യമായ ഉപദേശം നൽകണം. മോനെ, നീ ഒരു മുസ്ലിമാണ്, മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവനാണ്. അതുകൊണ്ട് നിൻ്റെ സംസ്കാരത്തിൽ, നിൻ്റെ പെരുമാറ്റത്തിൽ വളരെ ഗൗരവത്തോടു കൂടിയായിരിക്കണം. അത് മറ്റുള്ളവർ കണ്ട് അത്ഭുതപ്പെടണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഇതൊക്കെ നിസ്സാരമായി കാണരുത്, ഗൗരവത്തോടു കൂടി കാണുകയും എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മക്കൾക്ക് ദീനിയായ ബോധം ഒരിക്കലും ഏത് സാഹചര്യം, എത്ര സന്ദർഭം വന്നാൽ, നമ്മുടെ തല പോയാലും ശരി, ദീന് വിട്ട് കളിയില്ല. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.